Hello everybody and welcome back to our session. അപ്പോൾ നമ്മൾ CUET PG 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. മാച്ച് ദ ഫോളോയിങ് ആണ്. രണ്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 1 ട്രാൻസ്പോസോൺസ്, ലിസ്റ്റ് 2 ഓർഗാനിസം. ട്രാൻസ്പോസോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ജമ്പിങ് ജീൻസ് ആണ് ട്രാൻസ്പോസോൺസ് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇവിടെ 4 ട്രാൻസ്പോസോൺസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 4 ഓർഗാനിസം തന്നിട്ടുണ്ട്. ഏത് ഓർഗാനിസത്തിൻ്റെതാണ് ഏത് ട്രാൻസ്പോസോൺ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം പി എലിമെന്റ് എന്ന് പറയുന്നത് ഡ്രോസോഫിലയിലുള്ള സാധനമാണ്. ഡ്രോസോഫിലയിലുള്ള ട്രാൻസ്പോസോൺസിനാണ് നമ്മൾ പി എലിമെന്റ് എന്ന് പറയുന്നത്. ലൈൻ ആൻഡ് സൈൻ എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ യൂക്കരിയോട്സിന്റെ കേസിലും ഉള്ളതാണ്. ഓക്കെ, എല്ലാ യൂക്കരിയോട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും ചിലപ്പോൾ ഡ്രോസോഫിലെ യൂക്കരിയോട്ട് തന്നെയല്ലേ, ഈസ്റ്റും യൂക്കരിയോട്ട് തന്നെയല്ലേ എന്ന്. ലൈൻ ആൻഡ് സൈന് എക്സ്ക്ലൂസീവ്ലി ഇല്ലാത്തത് ആകെ ഈസ്റ്റിലാണ്. ബാക്കി എല്ലാ യൂക്കരിയോട്സിലും ലൈനും സൈനും ഉണ്ട്. പക്ഷെ ഡ്രോസോഫിലേക്ക് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പി എലമെന്റ് തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള യൂക്കരിയോട്ട് എന്ന് പറയുന്നത് ഹ്യൂമൺ അല്ലേ, ഹ്യൂമണിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും സ്റ്റഡി ചെയ്യുകയും ചെയ്തിട്ടുള്ള ട്രാൻസ്പോസോൺസ് ആണ് എന്ത്, ലൈനും സൈനും. അപ്പോൾ ഹ്യൂമൻസിലാണ് എന്ത് വരുന്നത്, ലൈൻ ആൻഡ് സൈൻ വരുന്നത്. പിന്നെ ടി വൈ എലമെന്റ് ആണ്. ടി വൈ എലമെന്റ് വരുന്നത് ഈസ്റ്റിലാണ്. ടി വൈ എന്നുള്ളതിൽ ആ വൈ എന്ന് പറയുന്നത് എന്താണ്, ഈസ്റ്റിന്റെ ട്രാൻസ്പോസോൺ ഓഫ് ഈസ്റ്റ് എന്നുള്ള ടി വൈ ആണ്. പിന്നെ ടി എൻ എന്ന് പറയുന്നത് ബാക്ടീരിയലാണ്. അപ്പം ഇപ്പൊ തന്നിരിക്കുന്ന മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളിൽ അതേ ഓർഡറിൽ തന്നെയാണ് എന്ത്, ആൻസർ വരുന്നത്. അപ്പം A1, B2, C3, A4. അപ്പൊ എന്താ ആൻസർ? ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈം is defective in galactosemia, a fatal genetic disorder in infants. ഇപ്പൊ ഗാലക്ടോസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എൻസൈമിന്റെ ഡെഫിഷ്യൻസിയാണ്. അത് പ്രോപ്പർ ആയിട്ട് ഫോം ചെയ്യാതിരിക്കുമ്പോഴുള്ള ഒരു ഡിഫക്റ്റ് ഡിസോർഡർ ആണ് എന്ത്, ഗാലക്ടോസീമിയ. ഓക്കെ, അത് ഇൻഫൻസിന്റെ കേസിൽ വരുമ്പോൾ അതെന്താണ്, ഫേറ്റൽ ആണ്. ആ ഒരു എൻസൈം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിനെ റിമൂവ് ചെയ്യാനോ ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിനെ ഫോം ചെയ്യാനോ പറ്റില്ല. അപ്പൊ ഏത് എൻസൈം ആണ് ഡെഫിഷ്യന്റ് അത് മനസ്സിലായാലേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ, ഏത് മോളിക്യൂൾസ് ആണ് ഇൻവോൾവ് ആവുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത് എൻസൈമിന്റെ ഡെഫിഷ്യൻസി ആണെന്നാണ്. ഡയറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഗ്ലൂക്കോകൈനേസ്, ഗാലക്ടോകൈനേസ്, UDP galactose 4 epimerase, galactose 1 phosphate uridyl transferase. ഇവിടെ ഓപ്ഷൻ 4 ആണ് ഗാലക്ടോസ് 1 ഫോസ്ഫേറ്റ് യൂറിഡൈൽ ട്രാൻസ്ഫറേസ്. ഇതിന് നിങ്ങൾ വേറെ രീതിക്ക് പഠിച്ചിട്ടുണ്ടാവും. GALT എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ്, അതായത് ഷോർട്ട് ഫോം ആയിട്ട് ഗാൾട്ട് എന്ന് നമ്മൾ പറയുന്ന എൻസൈം ആണ് എന്ത്, ഈ ഗാലക്ടോസ് 1 ഫോസ്ഫേറ്റ് യൂറിഡൈൽ ട്രാൻസ്ഫറേസ് ആണ്. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി ആണ് എന്തിൽ ഉണ്ടാവുക, ഗാലക്ടോസീമിയയിൽ ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, നോൺ വാസ്കുലർ ലാൻഡ് പ്ലാന്റ്സ് ആർ കോൾഡ്. ഓപ്ഷൻ 1 ടെറിഡോഫൈറ്റ്സ്, 2 ജിംനോസ്പേംസ്, 3 ആൻജിയോസ്പേംസ്, 4 ബ്രയോഫൈറ്റ്സ്. നോൺ വാസ്കുലർ ലാൻഡ് പ്ലാന്റ്സ് എന്താ, വെരി ടു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ബ്രയോഫൈറ്റ്സ് ആണ് അല്ലെ. ബ്രയോഫൈറ്റ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ബെസ്റ്റ് പറയാറ് എന്താണ്, മോസുകളാണ് അല്ലെ. മോസ് ആണ് എന്ത്, ബ്രയോഫൈറ്റ്സിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പൊ ഇവിടെ ആൻസറിൽ മോസ് എന്ന് ചോദിച്ചാൽ, മോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താലും നമ്മൾ എന്ത് ചെയ്യണം, അത് ചൂസ് ചെയ്യണം. ഇവിടെ ബ്രയോഫൈറ്റ്സ് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി ബ്രയോഫൈറ്റ് കൊടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. സൈറ്റോക്രോം ഓക്സിഡേസ്, ടോപ്പോ ഐസോമറേസ്, കൊഹെസൻസ്, PCNA. ലിസ്റ്റ് 2 ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, ചേഞ്ച് ലിങ്കിങ് നമ്പർ, DNA replication സെൽ സൈക്കിൾ. അപ്പൊ ആദ്യത്തെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് കുറെ എൻസൈംസിന്റെ പേരാണ്, രണ്ടാമത്തതിൽ അതിന്റെ ഫംഗ്ഷൻസ്. അപ്പൊ എന്തിന്റെ ഫംഗ്ഷൻ ആണ് ഏത് എന്നുള്ളതാണ് മാച്ച് ചെയ്യേണ്ടത്. സൈറ്റോക്രോം ഓക്സിഡേസ് നമുക്കറിയാം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, സൈറ്റോക്രോം ഓക്സിഡേസിന്റെ മേജർ ഫംഗ്ഷൻ വരുന്നത്. അത് മാത്രമല്ല വേറെ ഫംഗ്ഷൻസ് ഉണ്ട്, പക്ഷെ മേജർ ഫംഗ്ഷൻ എന്താണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ്. അപ്പം A1 ആണ്. ടോപ്പോ ഐസോമറേസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ടോപ്പോ ഐസോമറേസ് കാണുമ്പോൾ നേരെ DNA റെപ്ലിക്കേഷൻ ചൂസ് ചെയ്യും. പക്ഷെ ടോപ്പോ ഐസോമറേസ് DNA റെപ്ലിക്കേഷൻ നമ്മൾ കാണുന്നുണ്ടെങ്കിലും റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ ഡയറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലിങ്കിങ് നമ്പർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ലിങ്കിങ് നമ്പർ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ DNA കോയിലിംഗ് ഇല്ലേ, ആ കോയിലിങ്ങിന് സൂപ്പർ കോയിലിംഗ് ആയി മാറുമ്പോൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ആ ലിങ്കേജ്, DNA സ്ട്രാൻഡ്സ് തമ്മിലുള്ള ലിങ്കേജ് മാറ്റിയിട്ട് കോയിലിങ്ങിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കലാണ് ആര് ചെയ്യുന്നത്, ടോപ്പോ ഐസോമറേസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ബി ടോപ്പോ ഐസോമറേസിന് നമ്മൾ ചേഞ്ച് ലിങ്കിങ് നമ്പർ എന്നുള്ള ഓപ്ഷൻ എന്താണ് എന്നുള്ള പോയിന്റിലേക്കാണ് എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നത് കൊഹെസൻസ്. കൊഹെസൻസ് വരുന്നത് സെൽ സൈക്കിളിലാണ്.
PCNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോലിഫറേറ്റിംഗ് സെൽ ന്യൂക്ലിയർ ആന്റിജൻ ആണ്. അപ്പൊ PCNA എന്ന് പറഞ്ഞ ടേം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ PCNA മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെപ്ലിക്കേഷന്റെയും DNA റിപ്പയറിന്റെയും സമയത്താണ് വരുന്നത്. ഓക്കെ, റെപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിപ്പയർ മെക്കാനിസം ഉണ്ടല്ലോ, പ്രോപ്പർ ആയിട്ടാണ് റെപ്ലിക്കേറ്റ് ആവുന്നത്, സ്ട്രാൻഡ്സ് കോപ്പി ആവുന്നത്, ടെംപ്ലേറ്റിൽ നിന്ന് കോംപ്ലിമെന്ററി സ്ട്രാൻഡ് വരുന്നത് പ്രോപ്പർ ആയിട്ടാണ് എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് നമ്മൾ DNA റിപ്പയർ മെക്കാനിസത്തിന്റെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം റെപ്ലിക്കേഷനും DNA റിപ്പയറും ആയിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്നതാണ് എന്ത് PCNA എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്താ വരിക? A1, B2, C4 and D3 ആണ്. അതേതാ? C4 and D3. ഓപ്ഷൻ 3 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരു പ്രൊസീജിയറിന്റെ പേരാണ് ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത് എന്താ? ഫീച്ചേഴ്സ് ആണ്. ഇപ്പം ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് റേഡിയേഷൻ ഹൈബ്രിഡ് മാപ്പിംഗ്, സീക്വൻസ് ടാഗ്ഡ് സൈറ്റ് മാപ്പിംഗ്, ക്രോമോസോം ജമ്പിംഗ്, ക്രോമോസോം വാക്കിംഗ്. ഓപ്ഷനല്ല സോറി, രണ്ടാമത്തെ കോളം ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത് ഓരോന്നിന്റെയും ഫംഗ്ഷൻ ആണ്. അപ്പം ഇതിൽ നിങ്ങൾ ഓരോന്നും അറിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിന്റെ ഫംഗ്ഷൻ ഫീച്ചർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഓരോ പ്രൊസീജിയർ അറിഞ്ഞാൽ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അറിഞ്ഞാലേ നിങ്ങൾക്ക് ഫീച്ചർ മനസ്സിലാവുള്ളൂ. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഫുള്ളി അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 2 ഓപ്ഷൻസ് അറിയുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് പ്രൊസീജിയർ അറിയുന്നുണ്ടെങ്കിൽ, ഈ കേസിൽ പ്രൊസീജിയർ 2 ടേംസോ 2 പ്രൊസീജിയറോ അറിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് ചിലതിനെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. 2 എണ്ണം ഇതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൽ ആ ആൻസർ അല്ല അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഓപ്ഷനെ കട്ട് ചെയ്തിട്ട് ബാക്കി 2 എണ്ണത്തിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആ കേസ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഇതായിട്ട് പറഞ്ഞതാണ്. പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആകുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്. ഏതെങ്കിലും രീതിക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് കട്ട് ചെയ്തിട്ട് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ വരുമ്പം ആൻസർ വരുന്നത് റേഡിയേഷൻ ഹൈബ്രിഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രാഗ്മെന്റ് ജീനോമിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ജീൻസിനെയും ഓരോ പോർഷനെയും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് എന്തായിട്ട് വരുന്നത്? റേഡിയേഷൻ ഹൈബ്രിഡ് മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് പീസുകളായിട്ട് കട്ട് ചെയ്യും, എന്നിട്ട് അതിനെ മാർക്ക് ചെയ്യും. അപ്പൊ അത് വരിക എന്ന് പറയുന്നത് ഓപ്ഷൻ 3, ഓപ്ഷൻ അല്ല, ലിസ്റ്റ് 2 A3 ആണ് വരിക. ഓക്കെ, അപ്പൊ A3 ഉള്ള ഓപ്ഷൻ ഏതാ നമുക്ക് ആകെ ഉള്ളത്? 4th ഓപ്ഷൻ ആണ്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ഒന്നും കൂടെ കൺഫേം ചെയ്തിട്ട് പോവാം. പക്ഷെ റേഡിയേഷൻ ഹൈബ്രിഡ് മാപ്പിംഗ് അറിയാത്തവരാണ് ഇപ്പൊ റേഡിയേഷൻ ഹൈബ്രിഡ് മാപ്പിംഗ് 1 ആയിട്ടാണ് വരുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കി ഓപ്ഷൻസ് ആണ് വരിക എന്നുള്ള രീതിക്ക് അത് കട്ട് ചെയ്ത് പോകും, അതറിയാത്തവരാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇവിടെ നമ്മൾ A3 ആണ് വരുന്നതെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളതും കൂടെ നോക്കാം. സീക്വൻസ് ടാഗ്ഡ് സൈറ്റ് മാപ്പിംഗ്, SPS മാപ്പിംഗ് എന്ന് പറയുന്നത് DNA സ്പേസ് ഏതെങ്കിലും ഒരു സീക്വൻസിന്റെ ഭാഗം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മാപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അതെന്താ? 4 ആണ് വരുന്നത്. അപ്പം B4. ക്രോമോസോം ജമ്പിംഗ് എന്ന് പറയുന്നത് അതിൽ ക്രോമോസോം വാക്കിങ്ങും ക്രോമോസോം ജമ്പിംഗും ഉണ്ട്. ക്രോമോസോം വാക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്, ഇനി ഒരു പ്രൊസീജിയർ ആണ് എന്ത്? ക്രോമോസോം ജമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ DNA ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ DNA സർക്കുലറൈസ് ചെയ്യും. സർക്കുലറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ആയിട്ടുള്ളതിനെ സർക്കുലർ ആക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? ക്രോമോസോം വാക്കിങ്ങിന് കൊടുക്കും. അപ്പം അവിടെ ക്രോമോസോം ജമ്പിങ്ങിന് വരുന്ന ആൻസർ എന്താണ്? 1 ആണ്. DNA can be cut into large fragments and circularized. പിന്നെ വരുന്നത് ക്രോമോസോം വാക്കിംഗ്. ക്രോമോസോം വാക്കിങ്ങിൽ വരിക അപ്പം ബാക്കിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസ്ഫുൾ ഫോർ ക്ലോണിംഗ് ഓഫ് ഓവർലാപ്പിംഗ് DNA ഫ്രാഗ്മെന്റ്സ് ആണ്. അപ്പൊ സെയിം തിങ്. അപ്പോൾ ക്രോമോസോം വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പ് ചെയ്യുന്ന DNA ഫ്രാഗ്മെന്റ്സിനെ പലതിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീക്വൻസസ് ഓവർലാപ്പ് ചെയ്യുന്ന പോലെ കാണാം. അപ്പൊ ആ ഓവർലാപ്പിംഗ് യൂസ് ചെയ്തിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലോണിങ് ചെയ്യും. അതാണ് എന്ത്? ക്രോമോസോം വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ പ്രോപ്പർ ഡെഫിനിഷൻ ഓരോന്നിൻ്റെതും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ പ്രൊസീജിയർ എന്താന്നുള്ളത് ഫുൾ ആയിട്ട് മനസ്സിലാക്കാം. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഫീച്ചർ മാത്രമാണ്, അതിന്റെ ഡെഫിനിഷൻ പ്രോപ്പർ ഡെഫിനിഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ അത്രയേ ഉള്ളൂ. ഓപ്ഷൻ 4 ആണ് അപ്പം ആൻസർ വരിക. വാക്സിൻ ഇസ് നോട്ട് അവൈലബിൾ ഫോർ വിച്ച് ഡിസീസ്? ഹെപ്പ് ബി, ഇൻഫ്ലുവൻസ, എയ്ഡ്സ്, മംസ്. ഏതിനാ വാക്സിൻ ഇല്ലാത്തത്? എയ്ഡ്സിനാണ് അല്ലെ? ഡയറക്റ്റ് ആണ്. എയ്ഡ്സ് ആണെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ്. വാക്സിൻ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഡിസീസ് ആണ് എന്ത്? എയ്ഡ്സ് എന്ന് പറയുന്നത്. ഹെപ്പ് ബിക്ക് ആണെങ്കിലും ഇൻഫ്ലുവൻസയ്ക്ക് നമ്മൾ ഫ്ലൂ വാക്സിൻ എന്ന് പറയില്ലേ, ജനറലി പറയുന്ന ഫ്ലൂ വാക്സിൻ ആണ് എന്ത്? ഇൻഫ്ലുവൻസിന്റെ വാക്സിൻ എന്ന് പറയുന്നത്. മംസിൻ്റെത് MMR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട്, 3 ഡിസീസിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള. അതിൽ ഒരു M എന്താണ്? മംസ് ആണ്. എയ്ഡ്സിനാണ് ഇവിടെ വാക്സിൻ ഇതുവരെ കണ്ടുപിടിക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ,
വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ഫസ്റ്റത്തെ ലിസ്റ്റിൽ വൈറ്റമിൻസിന്റെ പേര്, സെക്കൻഡത്തേല് ഡിസോർഡേഴ്സിന്റെ പേര്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരുമ്പോൾ മെയിൻ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. അപ്പം A 1 ആണ് ആൻസർ. പിന്നെ ബി വൈറ്റമിൻ ഡിയിൽ വരികയാണെങ്കിൽ വൈറ്റമിൻ ഡി ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ ആണ്. അപ്പം അതിന്റെ ഫാറ്റ് സോല്യൂബിലിറ്റിനെയൊക്കെയാണ് എഫക്ട് ചെയ്യുക. അപ്പം B3 ആണ്. വൈറ്റമിൻ സി ആണെങ്കിൽ സ്കർവി, വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിംഗ്. അപ്പൊ ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ, ദ ജീൻ ട്രാൻസ്മിഷൻ ഫ്രം എ മെയിൽ parent to a female offspring child to a male grandchild is called. Option 1 criss-cross inheritance, 2 X-linked inheritance, 3 Y-linked inheritance, 4 chromosomal inheritance. അപ്പൊ നമ്മള് ഇതിങ്ങനെ ഓരോ ജനറേഷൻ വെച്ച് നോക്കാം. അപ്പൊ നമ്മൾ ഈ ജനറേഷൻ വെച്ച് നോക്കാന്ന് പറയുമ്പോൾ നമ്മളൊരു പെഡിഗ്രി മനസ്സിലാലോചിച്ചാൽ മതി ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ. ഓക്കെ, പെഡിഗ്രി ആലോചിക്കുക. ഒരു 3 ജനറേഷൻ ഉണ്ടെന്ന് ആലോചിക്കുക. കാരണം ഗ്രാൻഡ് ചൈൽഡും വന്നിട്ടുണ്ട്, ഫസ്റ്റ് ഒരു പേരന്റും വന്നിട്ടുണ്ട്. അപ്പം പെഡിഗ്രി ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ, അതിലുള്ള മെയിൽ പേരന്റിൽ നിന്ന് രണ്ടാമത്തെ ജനറേഷനിൽ ഒരു ഫീമെയിലിലേക്ക് പോകുന്നു. ഓക്കെ, പിന്നെ ഫീമെയിലിൽ നിന്ന് അടുത്തത് ഒരു മെയിലിലേക്ക്, അപ്പൊ തേർഡ് ജനറേഷനിലേക്ക് വരുമ്പോൾ അത് മെയിലിലേക്ക് പോകുന്നു. ഇതെന്താണ്? എന്ത് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് ചോദ്യം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്കത് എന്ത് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക ഓട്ടോസോമൽ ആണോ എക്സ് ലിങ്ക്ഡ് ആണോ എന്നാണ്. പക്ഷെ ഇവിടെ ചോദ്യം അതല്ല. ഇത് ഓട്ടോസോമൽ ആണോ എക്സ് ലിങ്ക്ഡ് ആണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇവിടെ ആകെ പറയുന്നത് ഒരു മെയിലിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ ഫീമെയിലിലേക്ക് പോകുന്നു, പിന്നെ ആ ഫീമെയിലിൽ നിന്ന് ഒരു തേർഡ് ജനറേഷനിലേക്ക് പോകുമ്പോൾ അത് മെയിലിലേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനെ ടൈപ്പ് ഓഫ് ജനറേഷൻ ഓരോ ജനറേഷൻ ഓൾട്ടർ ചെയ്യുമ്പോൾ ആ ജനറേഷനിൽ അടുത്ത ടൈപ്പ് ഓഫ് എന്താ പറയാ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളതിന്റെ ബേസിസിൽ വേറെ നെക്സ്റ്റ് ജെൻഡർ, ഓപ്പോസിറ്റ് ജെൻഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ അടുത്ത നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരുമ്പോൾ വീണ്ടും നെക്സ്റ്റ് ഫോം ഓഫ് ജെൻഡറിലേക്ക്, അത് മെയിലിന് ഫീമെയിൽ, ഫീമെയിലിന് മെയിൽ, അല്ലെങ്കിൽ ഫീമെയിലിന് മെയിൽ, മെയിലിന് വീണ്ടും ഫീമെയിൽ. അപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്താ പറയാ, ജനറേഷൻ മാറുന്നതിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള മാറുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇൻഹെറിറ്റൻസിനെ നമ്മൾ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്നാണ് കേട്ടോ പറയാം. അത് എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആയിട്ടോ വൈ ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആയിട്ടോ നമ്മൾ പറയില്ല. കാരണം വൈ ലിങ്ക്ഡിൽ എന്താ എപ്പോഴും എങ്ങോട്ടായിരിക്കും ട്രാൻസ്ഫർ ആവുന്നത്? വൈ ടു വൈ എന്ന് പറയുമ്പോൾ മെയിൽ ടു മെയിൽ മാത്രമാണ്. വൈ ജീൻ അല്ലെങ്കിൽ വൈ ക്രോമോസോം എന്ന് പറയുന്നത് മെയിൽസിന് മാത്രമുള്ളതാണ്. വൈ ലിങ്ക്ഡ് എന്തായാലും അല്ല. എക്സ് ലിങ്ക്ഡിന്റെ കേസിലാണെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല മെയിലിൽ നിന്ന് ഫീമെയിൽ പേരന്റിലേക്ക് ഫീമെയിൽ ചൈൽഡിലേക്ക് പോകുള്ളൂ, അല്ലെങ്കിൽ ഫീമെയിൽ പേരന്റിൽ നിന്ന് വീണ്ടും മെയിൽ ചൈൽഡിലേക്ക് പോകുള്ളൂ, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം രണ്ടിലും എക്സ് ഉണ്ട്. അത് പ്യുവർലി ബൈ ലക്ക് ഏതിലേക്കാ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഫോം ഓഫ് ഇൻഹെറിറ്റൻസ് നമ്മൾ എക്സ് ലിങ്ക്ഡ് ആണോ വൈ ലിങ്ക്ഡ് ആണോ ഓട്ടോസോമൽ ആണോ എന്ന് പറയില്ല. പകരം ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് ആണ് ടേം ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ദി കറക്റ്റ് ഓർഡർ. എ ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഫോർമേഷൻ, ഫോസ്ഫോറൈലേഷൻ ഓഫ് CTD tails, റിക്രൂട്ട്മെന്റ് ഓഫ് എലോങ്ങേഷൻ ഫാക്ടേഴ്സ്, ഡീഫോസ്ഫോറിലേഷൻ ഓഫ് CTD tail. തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ ട്രാൻസ്ക്രിപ്ഷന്റെ ഒക്കെ നമ്മൾ പൊതുവെ ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റെപ്സ് ആയിട്ട് പറയല് ഇനീഷ്യേഷൻ, എലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ ആണ്. ആ പോയിന്റ്സ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന ചില ഫീച്ചേഴ്സിനെ അല്ലെങ്കിൽ ചില സ്റ്റെപ്സിനെയാണ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സീക്വൻസ് ആണ് നമ്മളിപ്പോ എന്ത് ചെയ്യേണ്ടത്? ചൂസ് ചെയ്യേണ്ടത്. അപ്പം ട്രാൻസ്ക്രിപ്ഷന്റെ ഇനീഷ്യേഷന്റെ സമയത്ത് ഫസ്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന കാര്യമാണ് എന്ത്? ഒരു ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഫോം ചെയ്യാന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ട്രാൻഡ്സും സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്യാപ്പ്, ട്രാൻസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ്, ഒരു ബബിൾ ഫോർമേഷൻ ഉണ്ടാവുന്നത് അല്ലെ? അതാണ് ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഫോർമേഷൻ. അപ്പം ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? എന്തായാലും ഇനീഷ്യേഷന്റെ ഭാഗമായിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഫോർമേഷൻ ആണ്. ഓക്കെ, അപ്പം എ ആണ് ഫസ്റ്റത്തത് എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻസിൽ ഏതൊക്കെ വരും? ഐദർ 1 or 2, ഇതിൽ ഏതെങ്കിലും ആണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഫോസ്ഫോറിലേഷൻ ഓഫ് CTD tail എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫോസ്ഫോറിലേഷൻ ഓഫ് CTD tail എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CTD tail, അതായത് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോഴുള്ള C-tail ഡൊമൈൻ ആണ് എന്ത്? CTD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഫോസ്ഫോറിലേഷൻ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ആഡ് ആവുന്നുണ്ട്. പക്ഷെ ആ ആഡ് ആവണം എന്നുണ്ടെങ്കിൽ എലോങ്ങേഷൻ സ്റ്റാർട്ട് ആവണം. എലോങ്ങേഷന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുക. അപ്പൊ ഇവിടെ ഡയറക്ട്ലി നമ്മൾ ഇനീഷ്യേഷൻ കഴിഞ്ഞിട്ട് എലോങ്ങേഷൻ ആയതുകൊണ്ട് ഫോസ്ഫോറിലേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മിസ്റ്റേക്ക് വരും. കാരണം റിക്രൂട്ട്മെന്റ് ഓഫ് എലോങ്ങേഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഫോം ചെയ്തതിനു ശേഷം എലോങ്ങേഷൻ ഫാക്ടേഴ്സ് റിക്രൂട്ട് ചെയ്തിട്ടാണ് പിന്നെ എന്ത് വരുന്നത്? ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? A, C, B എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറിൽ ഉണ്ടോ? ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ACB ആണ്.
ലാസ്റ്റത്തെ എന്താ ഡീഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്. ഇതിനിടയിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്? വേറെ കുറെ സ്റ്റെപ്സ് നടക്കുന്നുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ എലോങ്ങേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? പ്രോപ്പർ ആയിട്ടൊരു mRNA ഫോം ചെയ്യുന്നുണ്ട്. ഇനാക്റ്റീവ് ആയിട്ടുള്ള mRNA, പ്രീ mRNA ഫോം ചെയ്യുന്നുണ്ട്. മൊത്തം സീക്വൻസിനെ കോംപ്ലിമെന്ററി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിന്റെ മുന്നേ ഫോസ്ഫോറിലേഷൻ നടക്കും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുന്നത്? ഡീഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. അപ്പൊ ഫോസ്ഫോറിലേഷൻ ചെയ്ത ഉടനെ തന്നെ ഡീഫോസ്ഫോറിലേഷൻ നടക്കുന്നില്ല. പക്ഷെ അതിന്റെ ഇടയിലുള്ള സ്റ്റെപ്സ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിലുള്ള തന്നിരിക്കുന്നതിന്റെ ബേസിസിൽ നമ്മൾ ഓർഡർ പറയുകയാണെങ്കിൽ എന്താ പറയാ? എ, സി, പി, ഡി, അതായത് ഓപ്ഷൻ 2. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ സെഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.